അപ്പോ അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഹായ് ഷാനു. ഞാൻ ഷാങ്ഹായിലേക്കാ. ഇൻഷാല്ലാ ബാക്കിയുള്ള കഥകള് നമ്മളിങ്ങനെ കാണിക്കാം. ഇൻഷാല്ലാ ഷാനു പൊന്നു ഇവിടെ പുതിയൊരാളും കൂടിയിട്ട് നമ്മളെ കൊണ്ടാക്കാന്. ഇനി ബാക്കി എയർപോർട്ട് എല്ലാം എടുത്തിട്ട് നോക്കാം. അപ്പൊ നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. അപ്പൊ ഇൻഷാല്ലാ വിളിക്കാം. അങ്ങനെ നമ്മൾ ടെർമിനൽ 1-ലെത്തി. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മൾ ഖത്തറിലേക്ക് പോവുകയാണ് ആദ്യമായി. ഓക്കെ, എന്നാൽ ഖത്തറിലേക്ക് പോവാണ്. ഞാൻ ഖത്തർ എന്നാ പറയും. അപ്പൊ ഇന്ന് ഖത്തറിലെ UAE നാഷണൽ ഡേ ആണ്. ഖത്തറിന്റെ നാഷണൽ ഡേ കൂടിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഗേറ്റ് നോക്കി നടക്കാണ്. ആദ്യം ഫുഡ് അല്ലേ? As usual. I don't think so. We need food in the flight when we just come. We're just gonna get a snack. നമ്മളിങ്ങനെ മെട്രോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. തന്നൊക്കെ ഇവിടെ ഉണ്ട്. ഷാനു ഈസ് സിറ്റിംഗ് ദർ. ഇത്തവണ നമ്മൾ ആദ്യം പോകുന്നത് ഖത്തറിലേക്കാണ്. ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഖത്തർ എയർവേസിൽ നമ്മൾ ഖത്തറിൽ പോകും. ദോഹ ടു ബീജിംഗ് ഷ്യാമൻ എയർലൈൻസ്. അപ്പോൾ അവിടെ 2.5 hours ലേ ഓവർ ഉണ്ടാവും ഇൻഷാല്ലാ. പൊന്നൂന് എന്താ പറയാനുള്ളത്? നമ്മൾ ആക്ച്വലി ആദ്യമായിട്ടാണ് ഖത്തറിൽ പോകുന്നത്. അപ്പോൾ ഒരു പുതിയൊരു കൺട്രിയിലേക്ക് ജസ്റ്റ് ലാൻഡ് ചെയ്യും, പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഇന്നെന്താ രസം എന്ന് വെച്ചാൽ ഇന്ന് ആക്ച്വലി ദിവസം എന്ന് വെച്ചാൽ ഡേറ്റ് എന്ന് വെച്ചാൽ December 18 നാഷണൽ ഡേ. ഖത്തറിൻ്റെ നാഷണൽ ഡേ ആണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ അവിടെ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം അല്ലേ. നമ്മളിപ്പോൾ ഇതാ മെട്രോയിലാണുള്ളത്. ഫുഡ് കഴിക്കാൻ പോകാൻ നോക്കാം. നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തുകൂടി നടന്നുകൊണ്ടിരിക്കുക. ട്രോളി പൊരിച്ചെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷാനു ഒരു ട്രോളി കിട്ടിയിട്ടുണ്ട്. ഷാനു ഇതാ KFC കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ പൊന്നു തന്നൂക്ക് മാക്ഡോണൽഡ്സ് വാങ്ങാൻ പോയിരിക്കുക. നമ്മളിതാ ഇങ്ങനെ 11 o'clock നമ്മുടെ ഫ്ലൈറ്റ്. വെയിറ്റിംഗ്. ഹാപ്പിയാ? ഇത് ഷാനുവിൻ്റെ സെലക്ഷനാണ്. ചൈന. പിന്നെ അവിടെ എത്തിയിട്ട് വേണം ഷാനുവിനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ലെറ്റ്സ് സീ. നമ്മളെ പൊന്നൂസ് ഇതാ നടന്നു വരുന്നുണ്ട് മാക്ഡോണൽഡ്സ് ആയിട്ട്. ധന്യബായ്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇതാണ് നമ്മൾ ആസ് യൂഷ്വൽ ആയിട്ട് നടക്കുന്നത് അല്ലേ പൊന്നു? എന്താ കള്ളന്മാരെ പോലെ നോക്കുന്നത് പൊന്നു? നമ്മളെ വീഡിയോയിൽ എപ്പോഴും നടക്കുന്നൊരു കാഴ്ചയാണ് എയർപോർട്ടത്തെ ഭക്ഷണം കഴിക്കുക. എൻജോയ് യുവർ ഫ്ലൈറ്റ്. ഇപ്പോൾ ദുബായ് ടൈം 10:22, Qatar time 9:22. We have a long journey ahead of us. എങ്ങനെയുണ്ട് ഷാനു? പൊന്നു നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ്. തന്നൂക്ക ഹായ്. നമുക്ക് ഫസ്റ്റ് തന്ന ഒരു റിഫ്രഷിങ് ടവൽ തന്നിട്ടുണ്ട്. Are you gonna open? Yes.
ഓ കുട്ടിയൊക്കെ കൊടുക്കുന്നത്. ദിസ് ഈസ് ക്യൂട്ട് ആക്ച്വലി. ഓക്കെ എനിക്ക് തന്നിട്ടില്ല. Come aboard this Qatar Airways flight. Please pay attention as we take you on a journey to our many destinations and demonstrate the safety features of this aircraft. ഇത്തവണത്തെ നമ്മുടെ യാത്ര ചൈനയിലേക്കാണ്. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തത്, അതായത് ദുബായ് ടു ദോഹ. പിന്നെ അവിടുന്ന് ഒരു 2.5 hours ലേ ഓവർ ഉണ്ട്. പിന്നെ ദോഹ ടു ബെയ്ജിങ്. പിന്നെ ചൈന വിസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ VFS ത്രൂ അപ്ലൈ ചെയ്തത്. ബാക്കി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്നെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയത് ഇത് ബന്നല്ല, ബന്നാണോ? ലൈക്ക് എ പിസ്സ. ഇറ്റ്സ് എ ബൺ, പക്ഷെ നല്ല ചൂടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓപ്പൺ ആക്കിയപ്പോൾ ഇതൊക്കെയാണ്. നമ്മൾ ഖത്തർ എത്തിയിരിക്കുകയാണ്. വേഗം എത്തിയ പോലെ ഉണ്ട്. Eyes don't look tired. Not that much. ഷണ്ണൂഖാൻ്റെ അവസ്ഥ എന്താ? ഷണ്ണൂഖ ഓക്കെ അല്ലേ? നമ്മൾ ഖത്തറിലെത്തിയിരിക്കുകയാണ്. ഷണ്ണൂഖ ആക്ച്വലി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ദോഹ എയർപോർട്ട് എത്തി. കാരണം ദുബായ് ടു ദോഹ എല്ലാവർക്കും അറിയാം ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 1 hour ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ VFS ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. അതായത് നമ്മൾ ദുബൈയിലാണെങ്കിൽ വാഫി മോളിൽ ചൈന വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ ഉണ്ട്. നമുക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ഫോം ഫില്ല് ചെയ്താണെങ്കിൽ ഡയറക്റ്റ്ലി അവിടെ തന്നെ പോവാം. നമ്മൾ ഇത്തവണ ആക്ച്വലി ഒരു ഏജൻസിനെ ഏൽപ്പിച്ചതാണ്, തന്നൂക്ക് ഏൽപ്പിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ വെറുതെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് എററൊക്കെ വന്നിട്ട് പിന്നെ വെറുതെ ലാഗാകണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം പിന്നെ അതിൻ്റെ പിറകെ നടക്കാൻ പറ്റില്ല. അങ്ങനെ ഓൾറെഡി നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ അവിടെ ചൈന ഇവിടെ വാഫി മോളിലുള്ള ചൈന വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ പോയപ്പോൾ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് കുറച്ചും കൂടി അവർ ചോദിച്ചു. അതായത് NOC ഉണ്ടായിരുന്നു, അതിന് തന്നൂക്കാൻ്റെ മാത്രമായിരുന്നു എടുത്തത്. അതായത് ഫ്രം കമ്പനി വിത്ത് സ്റ്റാമ്പ് ആൻഡ് സൈൻ. പക്ഷേ NOC എനിക്കും വേണം, തന്നൂക്കാൻ്റെ, പിന്നെ കുട്ടികൾക്കും വേണമായിരുന്നു. അതായത് നമ്മൾ പാരൻസിൻ്റെ 2 പേരുടെയും NOC കുട്ടികൾക്ക് വേണം. പിന്നെ നോർമലി ലൈക്ക് പാസ്പോർട്ട് കോപ്പി, UAE വിസ കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, ഫ്രണ്ട് ആൻഡ് ബാക്ക്, അതൊക്കെ അറിയുന്നതാണ്. പക്ഷേ ടിക്കറ്റ് ആൻഡ് ഹോട്ടൽ ഫോർ ഈച്ച് അപ്ലിക്കൻസ് വേണമായിരുന്നു. അതായത് ഓരോ അപ്ലിക്കൻസിനും നമ്മൾ സെപ്പറേറ്റ് കോപ്പി എടുത്തിട്ട് വെക്കണമായിരുന്നു. അതൊക്കെയായിരുന്നു പ്രൊസീജിയേഴ്സ്. ബാക്കിയൊക്കെ സ്മൂത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. പൊന്ന് നല്ല ഉറക്കത്തിലാണ്. തന്നൂക്ക ടിക്കറ്റ് എടുക്കാൻ നിൽക്കാണ്. ടിക്കറ്റ് ഞാനും എൻ്റെ ഷാനും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ആക്ച്വലി 1 month ടൂറിസ്റ്റ് വിസക്കാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ നമുക്ക് കിട്ടിയത് 12 days ആയിരുന്നു. ബട്ട് വിത്തിൻ 5 days എന്നാൽ നമുക്ക് വിസ ഇഷ്യൂ ചെയ്തു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാണ്. നെക്സ്റ്റ് ഫ്ലൈറ്റ് സെയിം എക്സാക്ട് ഫ്ലൈറ്റ്. Journey with Xiamen Airlines. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കെന്ന് നമുക്ക് ഫുഡൊക്കെ കിട്ടി. നമുക്കിനി 7 hours ആണ് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ. അപ്പോൾ എങ്ങനെ ടൈം പോകുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ സമയം നീക്കിക്കൊണ്ടിരിക്കുക, പോകുന്നില്ല. അങ്ങനെ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഹായ് ഷാനു. ഇപ്പം ഞാനിത് അവിടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്.
ഷാനു പൊന്നു തന്നോക്ക വെൽക്കം ടു ചൈന. അങ്ങനെ നമ്മൾ ചൈനയിൽ എത്തിയിരിക്കുന്നു. മണ്ടപ്പ ചൈനയിൽ. ചൈനയിലെത്തി. ബീജിംഗ് ഡാക്സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. കോലെല്ലാം നോക്കി കുറച്ചുകൂടെ ഉറങ്ങി. പിന്നെണ്ടോ ഇത് നമ്മൾ എപ്പോഴും എയർപോർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പിന്നെ ഫ്ലൈറ്റ് നമ്പർ, പിന്നെ നമ്മുടെ ഹോട്ടൽ ബുക്കിങ്സ്, എവിടെയാ, എത്ര ദിവസത്തേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബാഗേജ് എടുക്കാൻ പോകണം. ഞാൻ തൻ്റെ യെല്ലോ പട്ടി വേ കാണണമല്ലോ. എന്താ തന്നൂക്കാൻ്റെ അഭിപ്രായം? അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുത്തെ അങ്ങനെ ഈസി ആയിട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ. കുറേ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട വന്നില്ല. ഉണ്ട്, എന്നാലും അങ്ങനെ ഒന്നാമത് വിസ ഉണ്ടല്ലോ. അവർ ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഫാമിലി അല്ലേ, അപ്പോൾ ഈ പ്ലേസസ് ഒക്കെ പോകുന്നതിൻ്റെ അറിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് എല്ലാം ഉണ്ടാവും പറയുന്നില്ലേ? എന്തായാലും ഉണ്ടാവും, കാരണം അവർ നല്ല മൊഞ്ച് വെച്ചോലെ ഇട്ടുകൊണ്ടായിരിക്കും. പ്രിക്കോഷന് എടുക്കുന്നുണ്ട് അവർ, എല്ലാം ചോദിക്കുന്നുണ്ട് കറക്റ്റ്. എന്തായാലും പിന്നെ എല്ലാം ചോദിച്ചു. പിന്നെ നമ്മൾ ഇതും ചെക്ക് ചെയ്തില്ലല്ലേ, നമ്മളെ കൊറോണ കണ്ടുപിടിച്ചേ വരാം. നമ്മള് ഹോങ്കോങ്ങിലും കണ്ടിക്കില്ലേ? അങ്ങനെ തന്നൊക്കെ സിം കാർഡ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത്. പുതിയ കൺട്രി പോയ ഓഫ് കോഴ്സ് സിം കാർഡ്. അപ്പോൾ ഇവിടുത്തെ സിം കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതാ. അപ്പോൾ നമ്മളിപ്പോൾ 15 ഡേയ്സിൻ്റെ ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ടാക്സിയിലേക്ക് ഇറങ്ങണം. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടാ. തണുക്കുന്നുണ്ട്. എല്ലാവരും ഇതാ എടുത്തു വെച്ച ജാക്കറ്റൊക്കെ ഇട്ട്, അത്യാവശ്യം തമിഴ് ജാക്കറ്റെല്ലാം എടുത്തിട്ട് കേട്ടാ. നമ്മളവസ്ഥ നോക്കിയാ I look so weird. ഇതാണ് എയർപോർട്ട്. എല്ലാം ഉണങ്ങിപ്പോയി, വിന്റർ ആയതുകൊണ്ട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു 65 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 45 മിനിറ്റ്സാണ് കാണിച്ചത്. ബട്ട് നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാറിൽ കയറിയപ്പോൾ, ടാക്സി കയറിയപ്പോൾ കുറച്ച് ടയേർഡായി എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നല്ല ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് മൊത്തം ടയേർഡായല്ലോ. പക്ഷേ പുതിയൊരു കൺട്രി പോകുമ്പോൾ എന്തായാലും നമ്മളെപ്പോഴും ഭയങ്കര എക്സൈറ്റഡും കൂടി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഷാനു ബാഗ് നോക്കണേ, ഒറ്റക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇത്തവണ കുറച്ച് ലഗേജ് കൂടിപ്പോയി. പൊന്നു കം ഹിയർ. ഇത് കണ്ട, മൊത്തം ചൈനീസിൽ എഴുതിയിട്ടുള്ള.
ആ ഇതന്നെ റൂം. ഒരു കുഞ്ഞു റൂം. വാഷ്റൂം നോക്കട്ടെ. അതിന് വാട്ടർ ഉണ്ടോ? അല്ല ഇതുണ്ടോ? മഗ്ഗുണ്ടോ മൊത്തം? നമ്മളിങ്ങനെ രാത്രി ഇറങ്ങി നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടാ. പക്ഷെ നമ്മളെ കിർഗിസ്ഥാൻ്റെ തണുപ്പില്ല, അൽഹംദുലില്ലാ. ബട്ട് ഇതാണ് കേട്ടോ അവസ്ഥ. മൊത്തം കവർ ചെയ്തിന്. എന്നാലും ആ ഒരു കിർഗിസ്ഥാനിൽ നമ്മൾ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു കോസ് കഫേയിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ടൈം എത്ര ഇവിടെ? 7:54. അതായത് ഓൾമോസ്റ്റ് 8 o'clock ആയി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ പൊന്നുവിൻ്റെ തങ്കല് കണ്ടിരിക്കുകയാണ്. അനക്ക് വന്നു വാങ്ങിച്ചോ? It's tango, it's so good. വേറെ കൈ അടിയിൽ വെക്ക്, കൈ അടിയിൽ വെക്ക്, അടിയിൽ വെക്ക്. ഇതൊക്കെ എന്താ സാധനം? ഡംപ്ലിംഗ്. ബാ Mushroom chicken is ഹായ് പൊന്നു. നമ്മളൊന്ന് എടുത്തിട്ട് കഴിക്കണം. നമുക്കറിയില്ല എന്ന് പറയാൻ കഴിക്കാൻ. Is that how you do it? ഇവിടെ സ്പൂണും ഫോർക്കും ഒന്നുമില്ല. ചോപ്പ് സ്റ്റിക്സ് കൊടുത്തിന്. അപ്പം അതുകൊണ്ട് ഷാനൂന് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പിന്നെ പണ്ടേ അറിയുന്നുണ്ട്. ഐ ക്യാൻ ടീച്ച് യു. ഇതെൻ്റെ തന്നെ കാന്യ. ഇതിപ്പം ഇവിടുന്ന് നമ്മൾ തന്നെ ഓരോ പാത്രം എടുത്തിട്ട് കഴിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഒന്നും യൂസ് ചെയ്യണം. ഇതെന്താ സാധനം? ചിക്കൻ നൂഡിൽസാ. ആൻഡ് ദിസ് ഈസ് ഇത് ബീഫ് നൂഡിൽസ്. എന്നൊക്കെ സിമ്പിളായിട്ട് ചോറും മഷ്റൂമും കറിയാണ്. ഷാനു കഴിക്കുന്നത് കറിവാണോ? ഇതായിട്ട് ഷാനുവിൻ്റെ ചോർസ്റ്റിക്ക് കഴിക്കുന്നത്. ഷാനു കഴിച്ചത് എങ്ങനെയാ? ഓൻക്കൊന്നു മതി. പൊന്നും എൻ്റെ മേലെല്ലാം ആക്കിയാലോ. ഇതാ I did not. ഒരാൾ ഇത് നോക്കിയാ I can't. Okay. അടുത്ത് നോക്കൂത്ത. ഷാനു ഒറ്റോട് മതി. I did. Look. തന്നോ കാക്കോ? I did it. I'm a professional chef. ഷാനൂരോടാ കളി. എല്ലാവരും സ്പൂൺ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങിയൊക്കെ നോക്കി. നല്ല വില. പൊന്നു ഷാനു ഇഷ്ടമായോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാവരും വന്നാലും ട്രൈ ചെയ്യണം. തങ്കള് ഇത് ദുബായിലുണ്ട്, പക്ഷെ ഇത്ര ടേസ്റ്റ് ഇല്ല. Much more expensive. സ്നോഫോൾ. നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ സ്നോഫോൾ ആണ്. ഞാൻ എൻ്റെ ഒന്ന് പോക്കറ്റിലുണ്ട്. നല്ല ക്യൂട്ട് ബാഗ്സ്. ഇത് നോക്കിയാൽ തങ്കുലു കേക്ക്. ആ ഇത് കണ്ടു ഒരുപാട്. അവിടെ നിന്ന് വരുമ്പോൾ നമ്മളെപ്പോലെ എല്ലാം കെട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഷോളും എല്ലാം ഉണ്ട്. ഞാനൊരു ഷോളാ ഉള്ളൂ. ഷോളാ സ്കാർഫും എല്ലാം ഉണ്ട് ഇവിടെ. എൻ്റെ മോളെ നോക്കിയ ഇതാണ് നമ്മുടെ ചൈനയിലുള്ള മിനിസോ.
നല്ല രസമല്ലോ എടാ 很好看。啊，抖音吗？ പുല്ലുവാ 跳手要，拜拜 ബൈ താങ്ക് യു 拜。 എന്തായാലും പറയാ Drum turn. ഡ്രം ടവർ ആ ഡ്രം ടവർ ലാവാ ടൈമിലോ അച്ചടാ ക്യൂട്ടി Can I see, please? ക്യൂട്ടി ഞാനും ഇങ്ങനെ പുറത്തിറങ്ങൂലോ ഈ ഒരു കഫേ കാണാൻ എന്തോ ഒരു രസം അങ്ങനെ ലാറ്റെ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇതായിരിക്കും 2 ഹാർട്ട് Itachi. എങ്ങനെയുണ്ട് Amazing. നീ അതിലേക്ക് വീഴില്ല അത് നിന്നിലേക്ക് വീഴട്ടെ പോലും വേറെ ഷാനൂസിനെ കാണുന്നില്ലല്ലോ Does Baya have one? ഷാനു ഓൾസോ വെയിറ്റിംഗ് ഫോർ ഹിസ് കോഫി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും നമുക്ക് ബെയ്ജിങ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായി ഉടനെ വരുന്നതാണ് അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരെ Masalama.